ഹലോ ഗൈസ്, അനിമെന്റോ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1186ന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് തരിക. നമ്മളുടെ ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു പോയിന്റിന് വളരെ അടുത്ത് നിൽക്കുകയാണ്. സോ നിങ്ങളിൽ നമ്മളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചേക്കണേ. അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മളുടെ കവർ ഫോട്ടോ എന്ന് പറയുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ചിത്രമാണ്. അതായത് കൊച്ചായിട്ടുള്ള ലോക്കി അണ്ടർവേൾഡിൽ ഇരുന്നിട്ട് ഐഡയുടെ ചിത്രം വരയ്ക്കുകയാണ്. അവന്റെ തൊട്ടടുത്തായിട്ട് അണ്ടർവേൾഡിലെ അവന്റെ ആ ബീസ്റ്റ് ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ലോക്കി ഈ പടം വരയ്ക്കുന്നത് അവിടെ മാറി നിന്ന് ഐഡ സന്തോഷത്തോടെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ കവർ ഫോട്ടോ. ഇനി ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ബ്രൂക്കിന്റെ ഫ്ലാഷ് ബാക്ക് കണ്ടിന്യൂഷൻ ആണ്. ഇപ്പോൾ എസ്പീരിയ കിങ്ഡത്തിൽ വമ്പൻ യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സോൾജിയേഴ്സ് ഇപ്പോൾ പറയുന്നുണ്ട്, ആരും വിട്ടുകൊടുക്കരുത്, നമ്മളിവിടെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ ബ്രൂക്കിന്റെ ആ ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. ഈ കൺമുന്നിൽ കണ്ട കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യാനാവാതെ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ബ്രൂക്ക്. ആ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഹോളി നൈറ്റിനെയും ഷുറിയെയും പിന്നെ അതേപോലെ തന്നെ മാർസിന്റെ ആ ഒരു സിൽവറ്റും ഒക്കെ ഇങ്ങനെ ബ്രൂക്ക് നോക്കുന്നു. എന്നിട്ടിപ്പോൾ ആ താഴെ വീണ് കിടക്കുന്ന റുവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിരുന്നിട്ട് ബ്രൂക്ക് വിളിച്ചു പറയുന്നുണ്ട്, ഇവിടെ ആരുമില്ലേ, ആരെങ്കിലും പെട്ടെന്ന് ഡോക്ടറെ വിളിക്ക്, രാജാവ് ഗുരുതരാവസ്ഥയിലാണ്. അണ്ണാ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല, എല്ലാം ശരിയാവും. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രൂക്ക് റുവനെ ആദ്യമായിട്ട് കണ്ട ആ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നുണ്ട്. അതായത്, നീ എന്നെ കിളവാന്നൊന്നും വിളിക്കണ്ട, എനിക്ക് അത്ര പ്രായമൊന്നും ഇല്ല എന്ന് റുവൻ പറയുമ്പോൾ ബ്രൂക്ക്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി നിങ്ങളെ അണ്ണാന്ന് വിളിക്കാമെന്നൊക്കെ പറയുന്ന ആ ഒരു ഓർമ്മ. ഇപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ബ്രൂക്ക് അവിടെ നിന്ന് അണ്ണാന്ന് വിളിച്ചുകൊണ്ട് കരയുന്നുണ്ട്. എന്നിട്ട് അവൻ വീണ്ടും ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വിളിച്ചു പറയുന്നുണ്ട്, പണ്ടാരം അടങ്ങാൻ, ഇങ്ങോട്ടൊരു ഡോക്ടറിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ആരും കേട്ടില്ലേ. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന മാർസിന്റെ ആ ഫിഗറിന്റെ ഒപ്പം തന്നെ ഇമുവിന്റെ ആ ഒരു സിൽവറ്റും കാണാം. അതായത് ആ ഗോഡ് വാലിയിൽ വെച്ചിട്ട് സാറ്റേണിന്റെ കൂടെ ഇമു അങ്ങനെ ഫ്യൂസ് ആയ ഒരു രൂപം വന്നില്ലേ, അതുപോലെ. ഇപ്പൊ ആ രൂപം പെട്ടെന്ന് അവിടെ നിന്ന് മറഞ്ഞു പോവാണ്. ഇപ്പൊ മറഞ്ഞു പോകുന്നതിന് മുമ്പ് അത് പറയുന്നുണ്ട്, ബ്രൂക്ക് ഇങ്ങനെ ഇടയ്ക്ക് ചാടി കയറി വന്നത് ഒരുമാതിരി രസം കൊല്ലി മൊമെന്റ് ആയി പോയി എന്ന്. ഷുറി ഇപ്പൊ ബ്രൂക്കിനടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ബ്രൂക്ക്, നീ അയാളെ കടന്ന് വിളിക്കണ്ട, അയാൾ മരിച്ചു. ബ്രൂക്ക് ആണെങ്കിൽ ഇപ്പൊ ഇതെല്ലാം കണ്ടും കേട്ടു ആകെ വിഷമത്തിലും ദേഷ്യത്തിലും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ടിപ്പോ അവിടെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആളിന് നേരെ വാള് വീശിയിട്ട് ബ്രൂക്ക് ചോദിക്കുന്നുണ്ട്, നീ ആരാ, നീ എന്താ പ്രിൻസസ് ഷുറിയെ ചെയ്തത്, നീ എന്ത് ചെയ്ത അവളെ ഇങ്ങനെ മാറ്റിയെടുത്തത്? ഇങ്ങോട്ട് നോക്ക്, ഇവളുടെ കുട്ടിക്കാലം മുതലേ ഇവളെ ഞാൻ കാണുന്നതാ. എനിക്കറിയാവുന്ന പ്രിൻസസ് ഷുറി ഒരിക്കലും സ്വബോധത്തോടെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല. ഇപ്പോൾ ബ്രൂക്കിന് മുന്നിലേക്ക് കയറി എന്നിട്ട് ഷുറി പറയുന്നുണ്ട്, ബ്രൂക്ക്, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാനൊരു സെലസ്റ്റിയൽ ഡ്രാഗണാ. പിന്നെ ഈ കിടക്കുന്ന ആള്, ഇയാൾ എൻ്റെ യഥാർത്ഥ അച്ഛനൊന്നുമല്ല, അത് നിങ്ങൾക്കറിയോ ബ്രൂക്ക്? ഇപ്പൊ ഇതെല്ലാം കൂടെ കേട്ട് ആകെ വട്ടായിട്ട് ബ്രൂക്ക് ഷുറിയോട് പറയുന്നുണ്ട്, ഇയാളെന്നോ, നീ എന്താ അച്ഛനെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നേ, നീ എന്തൊക്കെ ഈ പറയുന്നേ? ശരിക്കും നീ കിങ് റുവന്റെ മകളാണ്, അതിൽ ഒരു സംശയവും ഇല്ല. ഷുറി ആണെങ്കിൽ പോയി എടുത്ത വായിക്ക്, അതിന് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നു. ബ്രൂക്ക് ഇപ്പൊ ചോദിക്കുന്നുണ്ട്, തെളിവോ? അതിനിപ്പോ തെളിവിന്റെ ആവശ്യമൊക്കെ എന്താ? ഷുറി ഇപ്പൊ പറയുന്നുണ്ട്, ആവശ്യമുണ്ട്. ഈ സത്യം അറിയാതെ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ 16 വർഷമാണ് ഇവിടെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞത്. ഒരു സെലസ്റ്റിയൽ ഡ്രാഗണായിട്ട് ഞാൻ ജീവിക്കേണ്ട എൻ്റെ 16 വർഷങ്ങൾ. ഇപ്പോൾ സത്യം അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ദേഷ്യം എന്തുമാത്രമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇയാൾ എന്താ പറഞ്ഞത്? വേൾഡ് ഗവൺമെന്റ് 1000 അടിമകളെ ആവശ്യപ്പെട്ടു എന്നോ? പച്ച കള്ളമാണ്. എന്നെ തിരിച്ചു നൽകാനാണ് അവർ ആവശ്യപ്പെട്ടത്. ഇങ്ങേർക്കതിന് മനസ്സില്ല പോലും. അതും പറഞ്ഞാ ഇങ്ങേര് ഈ യുദ്ധം തുടങ്ങി വെച്ചത്. ബ്രൂക്ക് ആണെങ്കിൽ ഇപ്പോൾ അച്ഛനെ ഇങ്ങേര് അയാളെന്നൊന്നും വിളിക്കല്ലേ എന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട്. ഷുറിബോ തുടർന്ന് പറയുന്നുണ്ട്, ഈ കിടക്കുന്ന ഇങ്ങേര് ഒരു കഴിവില്ലാത്ത രാജാവാണ്. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന്റെ പേരിൽ ഇങ്ങനെ യുദ്ധം ഉണ്ടാക്കി സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജാവ്. സോ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് കാരണക്കാരൻ ഇയാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇയാളെ കൊന്നത്. രാജാവ് മരിച്ചാൽ യുദ്ധം അവസാനിക്കുമല്ലോ. ബ്രൂക്ക് ഇപ്പൊ പറയുന്നുണ്ട്, നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ രാജ്യം നിയമമില്ലാത്ത ഒരു സ്ഥലമായി മാറും. അത് നിനക്കറിയില്ലേ? ഷുറി ഇപ്പൊ പറയുന്നുണ്ട്, ഇനി ഈ രാജ്യത്തിന് എന്തു പറ്റിയാലും എനിക്കെന്താ, അതെന്റെ വിഷയമേ അല്ല. ഇപ്പോൾ അവിടെ ആ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അയാളുടെ പേരും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. മാൻമെയർ ഫാമിലിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഗോഡ്സ് നൈറ്റ് ആണ് സെയിന്റ് മാൻമെയർ ഗുറോവ്. ഇയാളിപ്പോൾ ബ്രൂക്കിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഓർക്കുന്നു. ക്യാൻഡലിന്റെ അറ്റൻഡർമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ വലിയ ചുരുളൻ തലമുടി ഉണ്ടായിരുന്ന ചെറുക്കനല്ലേ നീ? അന്നൊന്നും എൻ്റെ അടുത്ത് വരാൻ പോലും നിനക്ക് അനുവാദം ഇല്ലായിരുന്നു. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഗുറോയുടെ ആ കണ്ണുകൾ കാണിക്കുന്നുണ്ട്. ഷുറിയെ പോലെ തന്നെ 2 കളറുള്ള കൃഷ്ണമണി. ഇപ്പോൾ ഇത് കണ്ട് ഷോക്കായിട്ട് ബ്രൂക്ക് താഴേക്ക് വീഴുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ആ കണ്ണുകൾ. ഗുറോ ഇപ്പോൾ തുടർന്ന് പറയുന്നുണ്ട്, ഇങ്ങനൊരു പേറ പെണ്ണിനെ പിടിച്ചോണ്ട് വരാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഈ രാജ്യം വരെ വരേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക്. പക്ഷെ ഇവളുടെ ഈ കണ്ണുകൾ, ഇങ്ങനത്തെ കണ്ണുകളോടുകൂടി ജനിക്കുന്നവർ വളരെ റെയറാണ്. സോ ഗ്രേറ്റ് 1 ഇവളെ വേണമെന്ന് ഉത്തരവിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടം വരെ വന്നത്.
എൻ്റെ കാര്യത്തിൽ എൻ്റെ കണ്ണുകൾ ജന്മനാ ഇങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഇവളുടെ കേസ് അങ്ങനെ അല്ലല്ലോ. സോ ഇപ്പോൾ ഗുരോയ്ക്ക് ഷുറിയെ ആ മോളെന്നുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ല. ഇപ്പോൾ ഗുരു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇമുവിൻ്റെ ഒരു അശരീരി കേൾക്കുന്നുണ്ട്. അതായത് നീ കുറേ സമയം എടുക്കുന്നു ഗുരു, പെട്ടെന്ന് പണി തീർത്തിട്ട് വാ. ഇപ്പോൾ ഇത് കേട്ട ഗുരു പറയുന്നുണ്ട്, ക്ഷമിക്കണം ഗ്രേറ്റ് വൺ. എന്നിട്ടിപ്പോൾ പുള്ളി ഷുറിയെ എടുത്ത് ഇവിടുത്തെ പണി അങ്ങ് തീർത്തിട്ട് വന്നേരെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നടന്ന് നീങ്ങുന്നുണ്ട്. സോ ഷുറി ഇപ്പോൾ ബ്രൂക്കിനെ ഇങ്ങനെ നോക്കുന്നു. ബ്രൂക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടാതെ ആകെ പതറി നിൽക്കുകയാണ്. ബ്രൂക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, ഈ നടക്കുന്നതൊക്കെ ഒരു ദുസ്വപ്നമാണ്, എനിക്കറിയാം. അല്ലാതെ പ്രിൻസസ് ഷുറി നിനക്ക് ഇങ്ങനെ മാറാനൊന്നും കഴിയില്ല. നിന്നെ കുഞ്ഞുനാൾ തൊട്ട് അറിയാവുന്നതല്ലേ എനിക്ക്. ഞാൻ എടുത്തുകൊണ്ട് നടന്നിരുന്ന കുട്ടിയല്ലേ. നിന്റെ ഡയപ്പർ പോലും മാറ്റിയിരുന്നത് ഞാനല്ലേ. എനിക്ക് നിന്നെപ്പറ്റി എല്ലാം അറിയാം ഷുറി എന്ന് പറഞ്ഞപ്പോൾ ബ്രൂക്ക് ആകെ കരയുന്നുണ്ട്. ഷുറി ഇപ്പോൾ പറയുന്നുണ്ട്, കഷ്ടം തന്നെ, കൊച്ചു കുട്ടികളെ പോലെ കിടന്ന് മോങ്ങുന്നു. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള ആളുകളായിരിക്കണം, അല്ലാതെ ഇതുപോലെയുള്ളവരാവരുത്. ഞാനിപ്പോൾ ഹോളി ലാൻഡിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ആവശ്യമില്ലല്ലോ ബ്രൂക്ക് ഇപ്പോൾ ഇങ്ങനെ ഞെട്ടലോടെ ചിന്തിക്കുന്നുണ്ട്. അതായത് ഒരു ദേവതയെ പോലെ ഇരുന്ന ഷുറി ഇപ്പോൾ ഒരു ഡീമണിനെ പോലെ എന്നോട് സംസാരിക്കുന്നു. ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന എൻ്റെ അണ്ണൻ്റെ ജീവൻ രക്ഷിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ ബ്രൂക്ക് ചിന്തിക്കുന്നു. ഷുറി ആണെങ്കിൽ ഇപ്പോൾ കയ്യിലിരിക്കുന്ന വാൾ കൊണ്ട് ഗവറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു അറ്റാക്ക് ബ്രൂക്കിന് നേരെ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇത് ബ്രൂക്ക് യൂസ് ചെയ്യുന്ന ഒരു അറ്റാക്കാണ്. ഇപ്പോൾ ഷുറിയുടെ വാൾ അടുത്തേക്ക് വരുമ്പോഴേക്കും ബ്രൂക്ക് കയ്യിലിരിക്കുന്ന വാൾ താഴേക്ക് ഇടുന്നു. ഷുറി ആണെങ്കിൽ ഇപ്പോൾ ബ്രൂക്കിന്റെ തല വഴി ആ വാൾ കുത്തി ഇറക്കിയിട്ടുണ്ട്. ബ്രൂക്കിന്റെ ആ ഒരു സോങ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. ബ്രൂക്ക് ഇപ്പോൾ മറിഞ്ഞ് താഴേക്ക് വീഴുന്നു. ഷുറിയും ഗുരോയും ആണെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്കും പോകുന്നു. ഇനി നമ്മളെ കാണിക്കുന്നത് ബ്രൂക്ക് തലയിൽ ഇങ്ങനെ ബാൻഡേഡ് ഒക്കെ കെട്ടി കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ ബ്രൂക്കിന് ബോധം വരുന്നു. ചുറ്റും കൂടി നിൽക്കുന്ന സോൾജിയേഴ്സ് ഒക്കെ പറയുന്നുണ്ട്, ക്യാപ്റ്റന് ബോധം വന്നു, ഇത് ശരിക്കും ഒരു അത്ഭുതമാണ്. തലയിൽ കൂടെ ഒരു വാൾ കുത്തി ഇറങ്ങിയിട്ട് സർവൈവ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. ഇപ്പോൾ വേറൊരാൾ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേജറായിട്ടുള്ള രക്തക്കൊഴലുകളെയും പിന്നെ തലച്ചോറിന്റെ പ്രധാന ഭാഗങ്ങളെയൊക്കെ ക്ലീനായിട്ട് മിസ് ചെയ്തിട്ടാണ് ആ വാൾ ഉള്ളിലേക്ക് പോയത്. ഇത് കേട്ട് എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ ബ്രൂക്ക് ചോദിക്കുന്നുണ്ട്, രാജാവ് എവിടെ? ഇപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ ബ്രൂക്ക് നല്ലപോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. സോ ഇപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തിനൊരു ഷോക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് സോൾജിയേഴ്സ് പരസ്പരം പറയുന്നുണ്ട്. ബ്രൂക്ക് ഇപ്പോൾ ഇങ്ങനെ തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്നുണ്ട്, പ്ലീസ് ആരെങ്കിലും എന്നോടൊന്ന് പറയേ. ഇപ്പോൾ ഇങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം ആ സോൾജിയേഴ്സ് പറയുന്നുണ്ട്, കിങ് റുവന്റെ മരണത്തോടുകൂടി നമ്മൾ യുദ്ധത്തിൽ തോറ്റു. അതേപോലെ തന്നെ പ്രിൻസസ് ഷുറിയെ ഒരു ഗവൺമെന്റ് കപ്പലിൽ കയറ്റി കൊണ്ടുപോകുന്നതും ആരോ കണ്ടിരുന്നു. നമ്മുടെ രാജ്യത്തെ ഏറിയ പങ്ക് ആൾക്കാരും ഇപ്പോൾ ഈ രാജ്യം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു. അഭയാർത്ഥികളായിട്ട് ചെന്ന് കയറാനാണെങ്കിലും നമ്മളെ ഇനിയിപ്പോൾ ഏത് രാജ്യം സ്വീകരിക്കാനാണ് എന്നിങ്ങനെ പല കാര്യങ്ങളും ഇവർ ബ്രൂക്കിനോട് പറയുന്നു. ഇപ്പോൾ ആ കൊട്ടാരത്തിനുള്ളിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ ബ്രൂക്ക് ഓർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്രൂക്ക് ഉറക്ക കരയുകയാണ്. ആ സോൾജിയേഴ്സ് ഇപ്പോൾ പറയുന്നത് കേൾക്കാം, അയ്യോ ക്യാപ്റ്റൻ വേണ്ട, സ്ട്രെസ് എടുക്കാതിരിക്കൂ, ദേ ക്യാപ്റ്റന്റെ മുറിവിൽ നിന്ന് വീണ്ടും ചോര വരാൻ തുടങ്ങുന്നു. ഇപ്പോൾ ബ്രൂക്കിന്റെ തലയിൽ നിന്നും ചോര ഇങ്ങനെ കുടുകുടാ ഒഴുകുകയാണ്. ബ്രൂക്ക് ആണെങ്കിൽ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്ത് പൊട്ടിക്കരയുന്നു. സോ ബ്രൂക്കിന്റെ ഫ്ലാഷ് ബാക്ക് അവിടെ എൻഡാവുകയാണ്. ഇപ്പോൾ പ്രസന്റിൽ ബ്രൂക്ക് ഈ കഥയെല്ലാം ബാക്കി സ്ട്രോ ഹാറ്റ്സിനോട് നറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ തലയിൽ കൈ വെച്ച് വിഷമിച്ചവിടെ ഇരിക്കുകയാണ്. ബ്രൂക്ക് ഇപ്പോൾ തുടർന്ന് പറയുന്നുണ്ട്, ഈ ഡെവിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെന്നൊക്കെ അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കണ്ടതൊക്കെ വെറും ഹാലൂസിനേഷൻ ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. കാരണം എൻ്റെ അണ്ണനെ കൊന്നതിന് ശേഷം അവൾ പറഞ്ഞ വാക്കുകൾ, അവളുടെ ആ മാറ്റം അത് വളരെ ഭീകരമായിരുന്നു. ഒരു ഡീമനെ പോലെ ആയിരുന്നു അവളുടെ പെരുമാറ്റം. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അന്ന് നടന്ന ഒന്നും ഹാലൂസിനേഷൻ അല്ല എന്ന് എനിക്കിപ്പോൾ ഒരു ബോധ്യം വരുന്നുണ്ട്. സോ ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ചോദിക്കുക, ഈ ഒരൊറ്റ തവണത്തേക്ക് കൂടി ഞാൻ പ്രിൻസസ് ഷുറിയെ ഒന്ന് വിശ്വസിച്ചോട്ടെ. ശരിക്കും അന്ന് അവളെ അവർ കൺട്രോൾ ചെയ്ത് ട്രാപ്പ് ആക്കിയതാണെങ്കിലോ ഇപ്പോഴും അവൾ അവരുടെ കൺട്രോളിലാണെങ്കിലോ. സോ ബ്രൂക്ക് ഇങ്ങനെ ഇമോഷണലായിട്ട് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് സ്ട്രോ ഹാറ്റ്സിന് എല്ലാം വിഷമം വരുന്നുണ്ട്. ഫ്രാങ്കിയൊക്കെ ആണെങ്കിൽ കുടുകൂടാ അവിടെ കിടന്ന് കരയുകയാണ്. സോ ഇപ്പോൾ ഗുങ്കോ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് നേരത്തേക്ക് ബ്രൂക്കിനെ ഇമുവിന്റെ കയ്യിൽ നിന്ന് എൽബാഫി വെച്ച് രക്ഷിക്കാൻ നോക്കിയതും അതേപോലെ തന്നെ ഞാൻ കിങ് റുവന്റെയും കാൻഡലിന്റെയും മകളല്ലായിരുന്നെങ്കിൽ ബ്രൂക്ക് എന്നെ മൈൻഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് ഷുറി പണ്ട് പിണങ്ങിയിരുന്നതും ഒക്കെ ബ്രൂക്കിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നു. സോ ഇപ്പോൾ ബ്രൂക്ക് ആകെ വിഷമിച്ചിട്ട് ഇവരോട് പറയുന്നുണ്ട്, പ്രിൻസസ് ഷുറിയെ എനിക്ക് സേവ് ചെയ്യണം. ഇപ്പോൾ ക്രൂവിന്റെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തിയിരുന്നിട്ട് ബ്രൂക്ക് ഇവരോട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് എനിക്ക് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമോ? ജിംബെ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ഉണ്ടാവുമെന്നോ? നീ എന്താ ബ്രൂക്കെ ഇങ്ങനെ അന്യരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നേ? വാ, ആ ഐസ് പൊട്ടിച്ചിട്ട് തന്നെ കാര്യം. നാമി ഇപ്പോൾ കയ്യിലിരിക്കുന്ന സിൽമാറ്റാക്ട് ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇടിമിന്നൽ വെച്ച് അത് ചെതറിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? എൻ്റെ റാഡിക്കൽ ബീമിൻ്റെ ഒരു ഒറ്റ ഷോട്ട് ആ ഐസ് എപ്പോൾ ചെതറിയെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാങ്കി ഇപ്പോൾ അവിടെ നിന്ന് കരയുന്നുണ്ട്. എൻ്റെ എക്സ്പ്ലോസീവ്സ് ഒന്നും അങ്ങോട്ട് വർക്കാവുമെന്ന് തോന്നുന്നില്ല, ഞാൻ എന്തുകൂട്ടി ചെയ്യാനാ എന്ന് ഉസോപ്പ് ചോദിക്കുന്നുണ്ട്.
ഇപ്പോൾ ക്രൂവിന്റെ സപ്പോർട്ടൂടെ ആയപ്പോഴേക്കും ബ്രൂക്ക് കരഞ്ഞുകൊണ്ട് ഗുങ്കോ കിടക്കുന്നിടത്തേക്ക് ഓടുന്നുണ്ട്. ബാക്കി സ്ട്രോ ഹാറ്റ്സ് ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്, ബ്രൂക്കെ നിക്ക്, ഞങ്ങളും വരുന്നു. ഇനി നമ്മളെ വാൾറസ് സ്കൂളാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ലൂഫി ഇപ്പോൾ ഇരുന്ന് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്ന ലൊക്കേഷൻ. ഇപ്പോൾ അങ്ങനെ ഒടുവിൽ എൻ്റെ വയറ് നിറഞ്ഞേ എന്നുള്ള ആ ലൂഫിയുടെ ശബ്ദം നമുക്ക് കേൾക്കാം. ഏതോ പ്രശ്നക്കാരൻ എൽബാഫി ലാൻഡ് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ കേട്ടത്. അപ്പം നമ്മൾ ഇറങ്ങാൻ ടൈമായി എന്ന് ലൂഫി പറയുന്നുണ്ട്. എന്നിട്ടിപ്പോൾ കാലിലെ ആ ബൂട്ടൊക്കെ ഊരിക്കളഞ്ഞിട്ട് പഴയ ആ സ്ലിപ്പർ തന്നെ അങ്ങ് ആക്കുന്നുണ്ട്. ഇപ്പോൾ ഫുഡൊക്കെ ഇങ്ങനെ കടിച്ചു പറിച്ചുകൊണ്ട് ലൂഫി പറയുന്നുണ്ട്, ആ വന്നിരിക്കുന്നവൻ അവൻ ആരായാലും എൻ്റെ ശത്രുവാണ്. ഇപ്പം എനിക്ക് നല്ല പോലെ പവർ കയറിയിട്ടുണ്ട്, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഒരു പുല്ലനും എന്നെ തോപ്പിക്കാൻ പോകുന്നില്ല. ഇത്രയും പറഞ്ഞിട്ടിപ്പോൾ ലൂഫി ജെറ്റ് പോലെ മേലേക്ക് ജമ്പ് ചെയ്യുന്നുണ്ട്. ഇനി ലോക്കിയുടെ ഇമൂൻ്റെ ആ യുദ്ധം നടക്കുന്ന സ്ഥലമാണ് നമ്മളെ കാണിക്കുന്നത്. ലോക്കി ഇപ്പോൾ നിദോഗ് ഫോമിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. അവൻ എന്നിട്ടിപ്പോൾ ഇമൂനോട് ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ കൊച്ചു കുട്ടികളെ പിടിച്ചു വെച്ച് ഞങ്ങളെ വരട്ടാൻ നിനക്കൊന്നും നാണമില്ലേ? ഇത്രയേ ഉള്ളോ വേൾഡ് ഗവൺമെൻറ്? ഇമു ഇപ്പോൾ ലോക്കിയോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളങ്ങനെ കൊച്ചു കുട്ടികളെ പിടിച്ചു വെച്ച് നിങ്ങളെ വരട്ടാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാനത് പറയട്ടെ. 800 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ജയൻസിനെ ഞങ്ങൾ തോപ്പിച്ചതും ഇതേ ട്രിക്ക് പ്രയോഗിച്ച. അന്നും കുട്ടികളെ സേവ് ചെയ്യാൻ വേണ്ടിയാ നീയൊക്കെ തോൽവി ഏറ്റുവാങ്ങിയത്. ലോക്കി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, 800 വർഷങ്ങൾക്ക് മുമ്പോ? നീ എന്തൊക്കെ ഈ പറയുന്നേ? ഇമു ഇപ്പോൾ പറയുന്നുണ്ട്, കാലം എത്ര കഴിഞ്ഞാലും നിങ്ങൾ ജയൻസിന്റെ ചില സ്വഭാവ സവിശേഷതകൾ അതുപോലെ തന്നെ നിലനിൽക്കും. അതിന്റെ ഉദാഹരണമാണല്ലോ ഇപ്പോൾ ഇവിടെ കാണുന്നത്. ചരിത്രം ആവർത്തിക്കാൻ പോവാ. ആ കുട്ടികളെ മുന്നിൽ നിർത്തി നിന്നെയൊക്കെ ഞങ്ങൾ കൺട്രോൾ ചെയ്യും. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സമയം വൈകിപ്പോയി. മൂവിന്റെ അടിമകളാകാനാ നിന്റെയൊക്കെ വിധി. ഇപ്പോൾ ആ സസാ മോൺസ്റ്റർ കുട്ടികളെ ട്രാപ്പാക്കി വെച്ചിരിക്കുന്നതും ഡോറിയും ബ്രോഗിയും ഒക്കെ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ പാരലായിട്ട് കാണിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഇമു പറയുന്നതെല്ലാം കേട്ടിട്ട് ലോക്കി ചോദിക്കുന്നുണ്ട്, നീ ഇതെന്ത് തേങ്ങയാടാ ഈ പറയുന്നേ? എന്നിട്ടിപ്പോൾ ലോക്കി ആ ഹാമർ ചുഴറ്റി ഇമുവിനെ അടിക്കാനായിട്ട് തുടങ്ങുകയും ലോക്കിയുടെ പുറകിൽ നിന്ന് ലൂഫി ഇങ്ങനെ പാഞ്ഞു വരുന്നത് കാണാം. ലൂഫി ഇപ്പോൾ അവൻ്റെ കൈ പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് മാക്സിമം ഫോഴ്സിൽ പിന്നെ അത് മുന്നിലേക്ക് വീശുന്നുണ്ട്, അതായത് ഇമുവിന് നേരെ. ഇപ്പോൾ ആർമമെന്റ് ഹാക്കിയും കോൺകൊറേഴ്സ് ഹാക്കിയും വെച്ച് കോട്ട് ചെയ്തിട്ട് നല്ല കിടലിനൊരു പഞ്ച് ഇമുവിൻ്റെ മുഖത്തിനിട്ട് കൊടുത്തിരിക്കുകയാണ് ലൂഫി. കൂടെ തന്നെ ലൂഫി പറയുന്നുണ്ട്, ഒരുപാട് നിന്ന് ചിലക്കാതെ എൽബാഫി നിറങ്ങി പോടാൻ നായിൻ്റെ മോനെ. സോ ഗൈസ്, അപ്പോൾ ലൂഫിയുടെ ഇടി കൊണ്ട് ഇമു ചോര തുപ്പി നിൽക്കുന്ന ഈ പീക്ക് ക്ലിഫ് ഹാങ്ങർ മൊമെന്റിലാണ് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. അടുത്തെന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത ആഴ്ച തന്നെ അറിയാം. കാര്യം നെക്സ്റ്റ് വീക്ക് നോ ബ്രേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.